ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ പല വീഡിയോസും പാർട്ടായിട്ടാണ് ഇടാറുള്ളത്. അതായത് ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 മോഡലിലാണ് ഇടാറുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റും. ക്ലാസ് 6 സോഷ്യൽ സയൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 6ന്റെ സോഷ്യൽ സയൻസിന്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി ആണ്. ആദ്യം തന്നെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു പോയമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക. ത്രൂ ദിസ് പോയം വൈലോപ്പള്ളി പ്രസൻസ് ഹൗ ഹ്യൂമൻസ് ഷേപ്ഡ് ദെയർ എൻവയോൺമെന്റ് ആൻഡ് സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഒരു പോയത്തിൽ വൈലോപ്പള്ളി പറയണത് നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയിട്ടാണ് കേട്ടോ. In previous classes, we have already discussed the beginning of agriculture and the transformation from food gathering to food production, haven't you? അപ്പോൾ പഴയ ക്ലാസ്സിൽ പഴയ ചാപ്റ്റേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിൽ വേണ്ടിയിട്ട് ഫുഡ് കണ്ടുപിടിക്കുന്നതിലൂടെ ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇൻ ഏർലിയർ ടൈംസ് ഇറ്റ് വാസ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ ലേബർ ദാറ്റ് പീപ്പിൾ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പോൾ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ലേബേഴ്സിനെയാണ് ആശ്രയിച്ചിരുന്നത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ടു മേക്ക് ദ ലാൻഡ് ഇറ്റ് ഫോർ കൾട്ടിവേഷൻ ഇൻറ്റൻസീവ് ലേബർ വാസ് റിക്വയർഡ്. നല്ല രീതിക്ക് കൾട്ടിവേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നല്ല പവറുള്ള ലേബേഴ്സ് തൊഴിലാളികളെ ആവശ്യം തന്നെയായിരുന്നു. ഇവൻച്വലി ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ടൂൾസ് മെയ്ഡ് ഓഫ് അയൺ വേർ യൂസ് ടു പ്രിപ്പയർ മോർ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. പിന്നീട് എന്തായി, നല്ല സ്ട്രോങ് ഷാർപ്പായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ദിസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ടൂൾസിൻ്റെ യൂസ് എന്തിനു ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി? ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ക്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് പറയുന്നത് വാട്ട് കുഡ് ഹാവ് ബീൻ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് ഈ അഗ്രികൾച്ചർ ഉണ്ടായി വലുതാവാൻ കാരണം, അതിൻ്റെ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പീപ്പിൾ ആദ്യം മനസ്സിലാക്കാൻ തുടങ്ങി, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് പ്ലാന്റ്സ് വളരുന്നതെന്ന്. അതായത് പ്ലാന്റ്സ് വളരുന്നത് സീഡ്സിൽ നിന്നാണ്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് അതിൽ സീഡ്സ് വലിച്ചെറിയുമ്പോൾ അവിടെ എന്ത് വരാൻ തുടങ്ങി? പുതിയ ക്രോപ്പ് മുളച്ച് വരാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി സീഡിൽ നിന്നാണ് ക്രോപ്പ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ അവരത് മനസ്സിലാക്കിയിട്ട് സീഡ്സ് വെച്ചിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇനി എക്സ്ട്രാ നമ്മൾ പറയുകയാണെങ്കിൽ ഫാമിങ് കാര്യങ്ങളൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കൗസിനെ വളർത്തിയിട്ടും അങ്ങനെ ഷീപ്പിനെ വളർത്തിയിട്ടും അങ്ങനെയൊക്കെ അവർ അതും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ആൻസർ പറയാൻ. ആ ആൻസർ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അടുത്തത് ബിഗിനിങ് ഓഫ് ദി ട്രേഡ് ആണ് പറയുന്നത്. നിഷാൻ ഈസ് ലുക്കിംഗ് അറ്റ് ദ പിക്ചർ റിലേറ്റഡ് ടു ഹ്യൂമൻ പ്രോഗ്രസസ് എക്സിബിറ്റഡ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. അപ്പോൾ അവിടെ ഒരു 4 സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. നിഷാൻ അത് നോക്കി നിൽക്കുകയാണ്. ഫസ്റ്റ് വൺ പറഞ്ഞിട്ട് ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ് ആണ്. അടുത്തത് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. പിന്നെ ദ എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ് ആണ്. ദെൻ ദ സെയിൽ ഓഫ് കമോഡിറ്റീസ് ആണ്. അപ്പോൾ ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ വരിക? ഫസ്റ്റ് വൺ ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആണല്ലേ വരിക. പിന്നെ എന്ത് ചെയ്യാണ്? എക്സ്പാൻഷൻ. പിന്നെ വരുന്ന എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടൂൾസിൻ്റെ ഉപയോഗം കൊണ്ട് അഗ്രികൾച്ചർ കൂടുകയാണ്. പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്? പാലുണ്ട്, മറ്റാളുടെ കയ്യിൽ റൈസ് ഉണ്ടെങ്കിൽ പാല് കൊടുത്തിട്ട് റൈസ് വാങ്ങുന്ന ഒരു സിസ്റ്റം നമ്മളെ ഉണ്ടായിരുന്നു. പിന്നെ ദ സെയിൽസ് ഓഫ് കമോഡിറ്റീസ് ഫോർത്ത് ആണ്. അപ്പോൾ അത് അതിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വിച്ച് ലെഡ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ. പീപ്പിൾ സേവ് ദ സർപ്ലസ് ഫുഡ് ഐറ്റംസ് ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ ഇവൻച്വലി ദേ നോട്ട് ഓൺലി സ്റ്റോർ ദ ഫുഡ് ഐറ്റംസ് ബട്ട് ആൾസോ ഹാൻഡഡ് ഇറ്റ് ഓവർ ദോസ് ഇൻ നീഡ്. വാട്ട് ആർ ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഗുഡ് ഫോർ അതർ ഗുഡ് നോണേഴ്സ്. അപ്പോൾ ഒരു ഗുഡ് കൊടുത്തിട്ട് വേറൊരു ഗുഡ് വാങ്ങുന്നതിന് എന്താണ് പറഞ്ഞിരുന്നത്? അപ്പോൾ അതിനെ പറഞ്ഞത് ബാർട്ടർ സിസ്റ്റം എന്നാണ് കേട്ടോ. BARTER കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ റൈസ് കൊടുത്തിട്ട് മിൽക്ക് വാങ്ങുന്ന ഒരു പരിപാടി, ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഏർലിയർ ദിസ് പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് എക്സിസ്റ്റഡ് ഓൺലി ലോക്കലി. ലേറ്റർ ഇറ്റ് സ്പ്രെഡ് അക്രോസ് റീജിയൻ. ഗ്രാജുവലി ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് കോയിൻസ് മെയ്ഡ് ഓഫ്
കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് വെർ യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ പണ്ട് നമ്മൾ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഏത് കോയിൻസ് ഉണ്ടാക്കിയിട്ടുള്ള കോപ്പർ കൊണ്ട്, സിൽവർ കൊണ്ട്, ഗോൾഡ്, ഇതൊക്കെയാണ് എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഹാൻഡിക്രാഫ്റ്റ്സ്, ടെക്സ്റ്റൈൽസ് ആൻഡ് സ്പൈസസ് വെർ ദ മെയിൻ ഐറ്റം ഓഫ് ഡൊമസ്റ്റിക് ട്രേഡ്. അപ്പോൾ ഡൊമസ്റ്റിക് ട്രേഡിൻ്റെ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ്? ഹാൻഡിക്രാഫ്റ്റ്സ്, നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ടെക്സ്റ്റൈൽസ്, ഡ്രസ്സുകൾ, സ്പൈസസ്, ഇതെല്ലാമായിരുന്നു. ലേറ്റർ ഓൺ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് ആൾസോ ബിഗാൻ വിത്ത് ഡിസ്റ്റന്റ് റീജിയൻ. പിന്നീട് അത് പല വലിയ ദൂരങ്ങളിലേക്കൊക്കെ ഇതുപോലെ ട്രേഡ് നടക്കാൻ തുടങ്ങി. അതാണ് ട്രേഡിലേക്ക് നയിച്ചത്. ദിസ് എക്സ്ചേഞ്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ ട്രേഡ് റൂട്ട്സ്. സിൽക്ക് റൂട്ട് വിച്ച് മെയിൻറ്റെയിൻ ദ കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ഏഷ്യ ആൻഡ് ബിറ്റ്വീൻ ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക വാസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ്. അപ്പോൾ അവിടെ ട്രേഡ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ് ഓർ സർവീസ് ഫോർ റിവാർഡ്. റിവാർഡ് നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പൈസ പ്രതീക്ഷിക്കും അല്ലേ. അപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ചിലപ്പോൾ ഒരു സാധനം കൊടുത്തിട്ട് വേറൊരു സാധനം വാങ്ങുന്ന പരിപാടിയായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അടിയിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്? എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറും സ്റ്റോറേജ് ഓഫ് ഗുഡ്സും സർപ്ലസ് പ്രൊഡക്ഷൻ, പിന്നെ സ്റ്റോറേജ് ഓഫ് ഗുഡ്സും ഫെയർ മാർക്കറ്റ്സിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് പറയുന്നുണ്ട്, പിന്നെ ട്രേഡ് സെൻറ്റേഴ്സ്, സിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് സിറ്റീസ് യൂസിങ് ദ ഗിവൺ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചറിൻ്റെ ഇത് കൂടിയതോട് കൂടിയിട്ട് പല പല സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട്. അപ്പോൾ നോട്ട് ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ. The expansion of agriculture leads to surplus production, which in turns necessitates the storage and exchange of goods. This exchange primarily occurs at fairs and markets, which due to increased activity and population density gradually develop into trade centers and ultimately cities. അപ്പോൾ അഗ്രികൾച്ചർ കൂടിയതോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ ഗുഡ്സ് എല്ലാം കുറേ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി അല്ലേ. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക? മാർക്കറ്റ് ആക്കുന്നു. പിന്നെ നമ്മുടെ ഗുഡ്സ് നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ വലിയ ട്രേഡ് നടക്കുന്നു, വലിയ സെൻറ്റേഴ്സ് നടക്കുന്നു. അതിൽ നിന്ന് നമുക്ക് നല്ല ഇൻകമും വരുന്നു അല്ലേ. അടുത്തത് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. വി ഹാവ് ഡിസ്കസ് ദ പ്രോഗ്രഷൻ ഫ്രം അഗ്രികൾച്ചർ ടു ട്രേഡ്. ലേറ്റർ ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് വെർ എയിംഡ് അറ്റ് ജനറേറ്റിംഗ് ഇൻകം. ദ റൂട്ട് ഓഫ് പ്രോസ്പെരിറ്റി ഈസ് ഇക്കണോമിക് ആക്ടിവിറ്റി. ദ ലാക്ക് ഓഫ് ഇറ്റ് ബ്രിങ്സ് മെറ്റീരിയൽ ഡിസ്ട്രക്ട്. ദ ആബ്സെൻസ് ഓഫ് ഫ്രൂട്ട്ഫുൾ എക്കണോമിക് ആക്ടിവിറ്റി എൻഡേജേഴ്സ് ബോത്ത് കറന്റ്ലി പ്രോസ്പെരിറ്റി ആൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത്. ഇതാരാണ് പറയുന്നത്? അർത്ഥശാസ്ത്ര, പിന്നെ കൗട്ടില്യ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹാവൻ യു നോട്ടീസ് ദ വേർഡ് ഓഫ് കൗട്ടില്യ, ദ മിനിസ്റ്റർ ഓഫ് ദ കിങ് ചന്ദ്രഗുപ്ത മൗര്യ? ഹി പോയിന്റ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് ദ പ്രോഗ്രസ് ഓഫ് എനി സൊസൈറ്റി. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ കൂടെ നമ്മുടെ ഏത് സൊസൈറ്റി എന്താണ് വളരെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം. ആ ബോക്സ് നോക്കാം. ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് ആർ മെയ്ഡ് പോസിബിൾ ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമുക്ക് ഇൻകം, പൈസ കൊണ്ടുവരുന്ന ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ, അതിപ്പോൾ എന്തായിക്കോട്ടെ. ഇപ്പോൾ അഗ്രികൾച്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് സെല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പിക്ചർ നോക്കാം അല്ലേ. അപ്പോൾ നമ്മളവിടെ ടീ പ്ലാന്റിൻ്റെ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടീ പ്ലാന്റിൽ നിന്ന് ലീഫ് പറിച്ച് പിന്നെ അത് ചായപ്പൊടി ആക്കുന്ന ഒരു ഭാഗമല്ലേ. അവിടെ എന്താ ഫാക്ടറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടീ ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് ബീവറേജസ്. ടീ ലീവ്സ് ആർ നീഡഡ് ടു പ്രിപ്പയർ ടീ. അപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ തേയില വേണം. ഹൗ ഡു ദീസ് ടീ ലീവ്സ് റീച്ച് അവർ ഹോംസ്? എങ്ങനെയായിരിക്കും അവിടെ വളർത്തുന്ന ടീ ലീവ്സ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്? ദ ടീ ലീവ്സ് ആർ പ്ലക്ക്ഡ് ഫ്രം ദ ടീ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൽ നിന്ന് അത് പറിച്ചെടുക്കുക. അതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ലേബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ദേ ആർ ടേക്കൺ ടു ദ ഫാക്ടറി ആൻഡ് ആർ പ്രോസസ്ഡ് ഇൻ ടു ടീ പൗഡർ. അത് പിന്നെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ദ
this tea powder is packed in pouches and transported by vehicles to shops near our homes. അത് പാക്കറ്റുകളിലായിട്ടും ടിന്നുകളിലാക്കിയിട്ടൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് വെഹിക്കിൾസിൽ, അതായത് ഡെലിവറി ചെയ്യുന്നല്ലേ നമ്മുടെ ഏരിയയിലേക്ക് വരിക. നമ്മുടെ ഏരിയയിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് ആവില്ല വരുന്നത്, ഷോപ്പിലേക്കായിരിക്കും വരിക. നമ്മൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. We have discussed the economic activities in which the tea from the tea plantation reach our hands. Such economic activities can be classified into 3 sectors based on their common characteristics. അപ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിറ്ററി സെക്ടർ. സോ ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ്. എന്താണ് പ്രൈമറി സെക്ടർ എന്ന് നോക്കാം. ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റി ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ്ഡ് നാച്ചുറൽ റിസോഴ്സസ്. ദിസ് സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂ ടു ദ ഇമ്പോർട്ടൻസ് ഗിവൻ ടു അഗ്രികൾച്ചർ. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ചിലപ്പോൾ വേറെ പ്രോസസ്സിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ചെയ്തെടുക്കുന്ന ക്രോപ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മൈനിങ്, ഫിഷറീസ്. ഇപ്പം നമ്മൾ മീൻ പിടിക്കുന്നത് അതൊക്കെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോ സെക്ടർ പഠിക്കുമ്പോഴും അതിന്റെ എക്സാമ്പിൾ കൂടി പഠിക്കണം കേട്ടോ. അടുത്തത് സെക്കൻഡറി സെക്ടർ ആണ്. ദ സെക്കൻഡറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്റ്റ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈം സെക്ടർ. പ്രൈമറി സെക്ടർ. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഏത് സെക്കൻഡറി സെക്ടറിൽ വരുന്ന കാര്യങ്ങൾ. ദിസ് സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കോസ് ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ ഇതിനെ പറയണത് എന്താണ്, ഇൻഡസ്ട്രി സെക്ടർ എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഇൻഡസ്ട്രിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ എക്സെട്ര. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഒക്കെ നമ്മൾ സിൽക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇൻഡസ്ട്രിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെറിറ്ററി സെക്ടർ ആണ്. ദ ടെറിറ്ററി സെക്ടർ ഈസ് എ സെക്ടർ ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കുന്നതും സെക്കൻഡറി സെക്ടറിൽ ഉണ്ടാക്കുന്നതിന് കൂടിയിട്ട് ഒരു എമൗണ്ട്, ഒരു പൈസ കിട്ടുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ടറാണ് കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് സർവീസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് ഫ്രം ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുക, മറ്റുള്ളവരേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, therefore this sector is also known as service sector. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യുകയാണല്ലേ, സോ അതിനെന്താ പറയുക, സർവീസ് എന്നാ പറയുക. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് എന്താണ്, സർവീസ് സെക്ടർ എന്നാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദീസ് 3 സെക്ടേഴ്സ് ലീഡ്സ് ടു ദ പ്രോഗ്രസ് ഓഫ് കൺട്രി. അപ്പോൾ നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, മൈനിങ്, ഫിഷിങ്, ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്. അപ്പോൾ നമുക്കിതൊക്കെ ഓരോ സെക്ടർ ആക്കിക്കൂടെ. ഫസ്റ്റ് വൺ പ്രൈമറി സെക്ടർ ആണല്ലേ. പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയാണ് വരിക, മൈനിങ്ങും ഫിഷിങ്ങും അഗ്രികൾച്ചറും ആണ് വരിക. സെക്കൻഡ് വണ്ണിൽ ഏതൊക്കെ വരും, സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രിയും കൺസ്ട്രക്ഷനും പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയും വരും. തേർഡ് വണ്ണിൽ ഏതൊക്കെയാണ് വരിക, ഹെൽത്ത് സെക്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്. നമ്മളിപ്പോൾ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ ഈ ബോക്സിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, അടുത്തത് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി ആണ്. ഒരു ഓട്ടോബയോഗ്രഫി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രം എ ഹിൽ സൈഡ് റബ്ബർ ട്രീ സോക്ക്ഡ് ഇൻ റെയിൻ, crowned with snow and warmed by sunlight. It was an latest index that I took my first phone. I was collected, mixed with acid and shaped into sheets. അപ്പോൾ റബ്ബർ ട്രീന്ന് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ് കേട്ടോ പറയുന്നത്. ഷീറ്റാക്കി മാറ്റി. ദ ഡ്രൈഡ് ഷീറ്റ് വാസ് തിക്കൺ ത്രൂ ദ പ്രോസസ് ഓഫ് വൾഗനൈസേഷൻ. അപ്പോൾ വൾഗനൈസേഷൻ പ്രോസസ്സ് വഴി ഓരോ ഷീറ്റും ഉണക്കിയിട്ട് തിക്കാക്കിയെടുത്തു. ഐ ബിക്കം സ്ട്രോങ്ങർ വെൻ ഐ വാസ് പ്രിസസ്ഡ് ബൈ എ ഹെവി മോൾഡ് ഓഫ് ഫുഡ് വെയർ. അപ്പോൾ ഫുഡ് വെയറിൻ്റെ മൗൾഡിലിട്ടപ്പോൾ ഞാൻ കുറച്ചും കൂടിയും സ്ട്രോങ്ങർ ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ വർക്ക്ഷോപ്പ് വിത്ത് ദ സൗണ്ട് ഓഫ് ഹാമർ ആൻഡ് ദ സെൻറ്റ് ഓഫ് ലെതർ ആൻഡ് റബ്ബർ ഐ ഗോട്ട് ട്രാൻസ്ഫോർഡ് ഇൻ ടു ഫുഡ് വെയർ. ഐ വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ടേക്ക് ടു ദ മാർക്കറ്റ്. അങ്ങനെ എന്നെ നല്ല ഭംഗിയാക്കി എടുത്തു, പിന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. ഇറ്റ് വാസ് ദ അറ്റ് മാർക്കറ്റ് ദാറ്റ് ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ഹ്യൂമൻസ്. ഐ ബിക്കം എ പാർട്ട് ഓഫ് സെവറൽ പീപ്പിൾ ലൈഫ് ജേണി. ഞാൻ പല മനുഷ്യന്മാരുടെയും ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറി.
carry on bustling city streets, in quiet villages, along mountain paths and inside workplace. I traveled carrying my owner's feet. അപ്പോൾ എൻ്റെ മുതലാളിയുടെ ഫീറ്റിൽ ഞാൻ കയറിയിരുന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഒരു ചെരുപ്പിൻ്റെ കഥയാണ്, സിമ്പിളായിട്ടൊരു ഓട്ടോബയോഗ്രഫി കൊടുത്തേക്കാണ്. റബ്ബർ ഫുട്വെയർ ഉണ്ടായ ഒരു കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഹാവ് യു റീഡ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ദ റബ്ബർ ഫുട്വെയർ? Similarly, prepare an autobiography that include the production stages of any other product you use and present in the class. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഓട്ടോബയോഗ്രഫി തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തയ്യാറാക്കാം. ഞാനൊരു മോഡൽ കൊടുക്കാം. റൈസിൻ്റെ ആണ് കേട്ടോ, നമ്മൾ കഴിക്കുന്നതാണല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റൈസ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുത്തു, അതെങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുത്തു, അതെങ്ങനെ പ്രോസസ്സ് ചെയ്തെടുത്തു, പാക്ക് ചെയ്യുന്നു, പിന്നെ അതെങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നു, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു ഓട്ടോബയോഗ്രഫി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെച്ചിട്ട് എഴുതാം കേട്ടോ. അടുത്തത്, നൗ വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് മെനി എക്സാമ്പിൾ ഓഫ് how raw materials collected from agriculture sector and used to make various useful products for people. In the early days, it was found crops that were mostly cultivated. Gradually, raw materials needed for industrial development began to be cultivated. This led to the expansion of agriculture crops such as cotton and jute. The industrial sector developed by using natural resources and raw materials obtained from agriculture. അപ്പോൾ നമ്മൾ ഈ കോട്ടനും ജൂട്ടൊക്കെ എന്താ അഗ്രികൾച്ചറിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഇൻഡസ്ട്രിയിലോട്ട് പോയിട്ട് നമ്മൾ പല ടെക്സ്റ്റൈൽ ഷോപ്സിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ബാമ്പുവിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേപ്പർ ഉണ്ടാക്കിയെടുക്കുന്നു, പിന്നെ അതിന് നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റബ്ബറിൻ്റെ പാൽ ഉപയോഗിച്ച് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നു, പിന്നെ നമ്മളത് ഉപയോഗിച്ച് ടയർ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇറ്റ് ക്യാൻ റിയലൈസ്ഡ് ഫ്രം ദ പിക്ചർ ദാറ്റ് ദ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ആർ ഇന്റർ കണക്റ്റഡ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, വെറും അഗ്രികൾച്ചർ ചെയ്താൽ മാത്രം പോരാ, അത് ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ട് ആണ് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലേ. ദ ടെറിറ്ററി സെക്ടർ പ്രൊവൈഡ്സ് ദ സർവീസ് റിക്വയർഡ് ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. ഓൾറെഡി പറഞ്ഞതാണ്, പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും കൂടിയിട്ട് ഒരു സർവീസാണ് നമ്മൾ, അതായത് അവർ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വേറെ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെറിറ്ററി സെക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹാൻസ് ഓൾ ദീസ് 3 സെക്ടേഴ്സ് ആർ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ ഈ 3 സെക്ടറും പരസ്പരം ഒരു ബന്ധമുണ്ട് അല്ലേ. പ്രൊഡക്ഷൻ ബിക്കംസ് പോസിബിൾ ആസ് എ റിസൾട്ട് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓൾ 3 സെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. Production is the process of making goods and services needed for people. Production happens as a result of the action of several factors. പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. The various elements that help the production are called factors of production. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ലാൻഡ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ഫസ്റ്റ് ഫാക്ടർ ലാൻഡ് ആണ്. വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ, mined minerals and so on are referred to as land in production process. The natural resource from the earth surface, atmosphere and interior are used for production. അപ്പോൾ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? കോള്, വാട്ടർ, റോക്ക്, സോയില്, ഫോറസ്റ്റ് റിസോഴ്സ്, വിൻഡ് മില്ല്. അപ്പോൾ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. Identify other natural resources used in the production process in addition to those shown in the pictures. അപ്പോൾ ഈ പിക്ചറിൽ കൊടുക്കുന്നതല്ലാണ്ട് വേറെ ഏതൊക്കെ ഇതാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സ്. അപ്പോൾ ഒന്ന് പെട്രോളിയം ആണ്, മറ്റേത് മെറ്റൽസ് ആണ്. എക്സ്ട്രാ നമുക്ക് എന്തൊക്കെ പറയാം? വുഡ് പറയാം, അതേപോലെ തന്നെ നമ്മൾ എനിമൽസ് പറയാം, ഫോസിൽ ഫ്യൂവൽസ് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം അവിടെ ഫില്ല് ചെയ്യാം. സെക്കൻഡ് ഫാക്ടർ വരുന്നത് ലേബർ ആണ് കേട്ടോ. ദ യൂസ് ഓഫ് മാൻ പവർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോൾഡ് ലേബർ. അതായത് നല്ല ഒരു വെറുതെ നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഒരു ഹ്യൂമൻസിൻ്റെ ഹെൽപ്പ് വേണം. അത് ലേബറിൻ്റെ ഒരു ഹെൽപ്പ് വേണം അല്ലേ, ഒരു തൊഴിലാളിയുടെ ഒരു ഹെൽപ്പ് വേണം. വർക്കേഴ്സ് ബിക്കം പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് യൂസിങ് ദെയർ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ capabilities. അപ്പോൾ അവർക്കൊരു സ്കില്ല് വേണം ഈ പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ. ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. Those who get rewarded for their work are considered as laborers.
അപ്പോൾ അവർ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിയെടുക്കുന്നതിനുള്ള പൈസ എന്ത് കിട്ടും? അവർക്ക് പണിയെടുക്കുന്നതിനുള്ള പൈസ അവർക്ക് കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എനി പ്രൊഡക്റ്റ് റിക്വയേഴ്സ് ക്യാപിറ്റൽ. എല്ലാത്തിനും പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഏത് പ്രോസസ്സിനായിക്കോട്ടെ ക്യാപിറ്റൽ ആവശ്യമാണ്. ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് യൂസ് ടു പ്രൊഡ്യൂസ് ഗുഡ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു വെൽത്തിനെയും റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫാക്ടറീസ്, ബിൽഡിംഗ്സ്, മെഷീനറീസ്, റോ മെറ്റീരിയൽസ്, വെഹിക്കിൾസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വേജസ് ഫോർ വർക്കേഴ്സ് ഓർ ആർ പാർട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന വേജസ് ഒക്കെ എന്തായാലും പെടും? ക്യാപിറ്റലിൽ പെടും. അടുത്തത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആണ് കേട്ടോ. എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ടേക്സ് മെനി ഫോംസ് സച്ച് ആസ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, മണി, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, സ്കിൽ, നോളജ്, ഫിസിക്കൽ ക്യാപിറ്റൽ, മെഷീനറി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നാച്ചുറൽ ക്യാപിറ്റൽസ്, റിസോഴ്സ്, എൻവയോൺമെന്റ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നതിൽ നമ്മൾ കൊടുക്കുന്ന പൈസ പെടും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്കില്ല് പെടും, അതുപോലെ നമ്മുടെ എടുക്കുന്ന ഫിസിക്കൽ ക്യാപ്പബിലിറ്റി പെടും, അല്ലാതും പെടും. എല്ലാം കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു ക്യാപ്പബിലിറ്റി പറയാൻ പറ്റുള്ളൂ. അടുത്തത് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഓർഗനൈസേഷൻ ഈസ് ദ കോർഡിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ആ ഒരു കോർഡിനേഷനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ച് പേര് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോസ് ഹു വർക്ക്ഡ് ഫോർ ദിസ് ആർ നോൺ ആസ് ഓർഗനൈസേഴ്സ് ഓർ എന്റർപ്രീനേഴ്സ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ അതെന്ന് പറയുന്നത്. ഫോമിങ് എ ന്യൂ ബിസിനസ് ഐഡിയ, raising the necessary capital and implementing that idea are part of organization. ഇപ്പോൾ വെറുതെ വന്ന ഒരു എന്റർപ്രൈനർ ആകാൻ പറ്റില്ല. നമ്മൾ നല്ല റൈറ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരണം, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം, നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഇതിലൊരു ബെനഫിറ്റ്സ് കിട്ടുള്ളൂ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വർക്ക് ടുഗദർ? പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ആൻഡ് പ്രൊഡക്ഷൻ ആർ മെയ്ഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ റിക്വയർഡ് റിവാർഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാൻഡ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് കിട്ടും? അതിന്റെ റിവാർഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലാൻഡ് ആണെങ്കിൽ റെന്റ്, ലേബറിന് എന്താ കൊടുക്കുന്ന? വേജസ്, ക്യാപിറ്റലിന് എന്താണ്? ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ എന്താണ്? പ്രോഫിറ്റ്. കേട്ടോ, നമുക്കറിയാലേ, നമ്മളൊരു നോർമൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ലാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, ശമ്പളം കൊടുക്കണം. ക്യാപിറ്റൽ ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഓർഗനൈസേഷൻ ഓവറോൾ എല്ലാവർക്കും കിട്ടും. എന്താണ് അതിൽ കിട്ടുന്നത്? പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലുള്ള ടേബിൾ ഒന്ന് ഫില്ല് ചെയ്തൂടെ? അപ്പൊ ആ ടേബിളിൽ എന്താണ് പറയുന്നത്? കംപ്ലീറ്റ് ദ ഗിവൺ വർക്ക്ഷീറ്റ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ലേബർ. അതാരാണ്? ലേബറാണ്. അടുത്തത് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. അതെന്താണ്? ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് പ്രൊവൈഡ് ദ നെസസറി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ. ദ പേഴ്സൺ ഹു ടേക്സ് ദ ലീഡർഷിപ്പ് ഇൻ ഇംപ്ലിമെന്റിംഗ് ന്യൂ ബിസിനസ് ഐഡിയ, എന്റർപ്രീനിയർ ആണ്. അടുത്തത് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ദ ഫാക്ടർ ഇൻ വിച്ച് റെന്റ് ഈസ് റിവാർഡ്. റെന്റ് കൊടുക്കുന്ന ഇതിനാണ്? ലാൻഡിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗം വരെയാണ് എടുക്കുന്നത്. അടുത്ത ഭാഗം തൊട്ട് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്